ഹലോ, അപ്പോൾ ഇന്ന് റെസിൻ യൂസ് ചെയ്തിട്ടൊരു ബുക്ക് ഹോൾഡർ അല്ലെങ്കിൽ ഒരു ഖുറാൻ ഹോൾഡറാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ആർട്ട് റെസിൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുപ്പിയിലുള്ള ഇൻസ്ട്രക്ഷൻസാണ് 2:1 വെയ്റ്റിലുള്ള റേഷ്യോയിലുള്ള ആർട്ട് റെസിനാണ് എടുത്തിട്ടുള്ളത്. 24 hour കൊണ്ട് ക്യൂർ ആവുന്ന റെസിനാണ്. 2 എന്ന് പറയുന്നത് റെസിൻ്റെ അളവും 1 എന്ന് പറയുന്നത് ഹാർഡനറിൻ്റെ അളവുമാണ്. കുപ്പിയിലുള്ള മുഴുവൻ ഇൻസ്ട്രക്ഷൻസും വായിച്ച് നോക്കുക ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ. പിന്നെ ഒരുപാട് മിസ്റ്റേക്സൊക്കെ പറ്റും, അതിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇതാണ് ഹാർഡനറിൻ്റെ കുപ്പി. ഇതിലും 2:1 റേഷ്യോ ആണ്. 2 എന്ന് പറഞ്ഞ റെസിനും ആൻഡ് 1 എന്ന് പറഞ്ഞ ഹാർഡനറും. ഇത് ഗോൾഡ് ഫ്ലേക്സ് ആണ്, റെസിനിൽ മിക്സ് ചെയ്യുന്ന ഗോൾഡ് ഫ്ലേക്സ് ആണ്. ഇത് മെറ്റാലിക് പൗഡറാണ്, റെസിന് പിഗ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഖുറാൻ ഹോൾഡറിൻ്റെ അല്ലെങ്കിൽ ബുക്ക് ഹോൾഡറിൻ്റെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. ഇളക്കാൻ വേണ്ടിയിട്ടൊരു മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്പാച്ചില പോലത്തെ സംഭവം. പിന്നെ ഇതൊരു അളവ് പാത്രമാണ്, അതിന് ഹാഫ് പോർഷൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുപ്പി മുറിച്ചതും കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ പാത്രത്തിൽ ഫസ്റ്റായിട്ട് നമ്മൾ 2 പാത്രം റെസിനും ആൻഡ് 1 പാത്രം ഹാർഡനറുമാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പം 2:1 റേഷ്യോയിൽ കറക്റ്റ് അളവായിരിക്കും. ഇങ്ങനെ കറക്റ്റ് ഒരു അളവ് പാത്രം ഇല്ല എങ്കിൽ ബൈ വെയ്റ്റിൽ വെയിങ് മെഷീൻ യൂസ് ചെയ്തിട്ട് കൊണ്ടിട്ടും അളവാക്കിയെടുക്കാം. ഇനി ഇത് ഹാർഡനറാണ് ഒഴിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്ലോലി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ എയർ ബബിൾസ് കയറും. പിന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇളക്കുന്ന സാധനം മുകളിലോട്ട് എടുത്ത് ആയോ നോക്കരുത്. അങ്ങനെ നോക്കിയാൽ ബബിൾസ് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇനി കുറച്ചൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഗോൾഡ് ഫ്ലേക്സ് മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. ഈ സമയം തന്നെ ബാക്കിയുള്ളതിൽ വൈറ്റ് പിഗ്മെൻറ്റ് യൂസ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കണം. പക്ഷേ എൻ്റെ കയ്യിൽ പറ്റിയ മിസ്റ്റേക്ക് അതാണ്. ഞാൻ ആദ്യം ഗോൾഡ് ഫ്ലേക്സ് ഒഴിച്ചതിന് ശേഷം ആണ് വൈറ്റ് പിഗ്മെൻറ്റ് എടുത്ത് മിക്സ് ചെയ്യുന്നതും അതൊഴിക്കുന്നതും. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ ആദ്യം ഒഴിച്ച് അത് കുറേ ഇങ്ങോട്ട് പരന്നതിന് ശേഷമാണ് ഞാനിത് ഒഴിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് ചെയ്യുമ്പം ഒരുപാട് മിസ്റ്റേക്സ് വരും. പിന്നെയാണ് നമ്മൾ അതിൽ നിന്നൊക്കെയാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ ഗോൾഡ് ഫ്ലേക്സ് മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മോൾഡിലേക്ക്. മോൾഡ് ഒരു പരന്ന സർഫസിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് കൂടുതലും ഒരു ഭാഗത്തേക്ക് കുറവും അങ്ങനെയൊക്കെ ആയിട്ട് മാറും. ഇനി ഇത് ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ മെറ്റാലിക് പിഗ്മെൻറ്റ്, വൈറ്റ് പിഗ്മെൻ്റ് ആണ് കേട്ടോ ഇത്, അത് വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത്. അതൊരു പൗഡർ രൂപത്തിലാണ് ഉണ്ടാവുക. പക്ഷേ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, നന്നായിട്ട് തന്നെ മിക്സായി വരും, പെട്ടെന്ന് തന്നെ മിക്സായി വരും. അതിന് ശേഷം അതിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കുക. പിന്നെ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊഴിച്ചപ്പോൾ തന്നെ ഞാൻ ഒരു സ്ക്യൂർ യൂസ് ചെയ്തിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടി നോക്കിയായിരുന്നു. പക്ഷേ അത് അപ്പം തന്നെ ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ പാടന്നെ വീണ്ടും അത് മിക്സായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഡബിൾ ഷെയ്ഡ് മെറ്റാലിക് പിഗ്മെൻ്റൊക്കെ യൂസ് ചെയ്യുമ്പം ഇത് ഒഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം സ്ക്യൂർ യൂസ് ചെയ്ത് ഇങ്ങനെ ഡിസൈനുകൾ കൊടുക്കുക. ഇതാണ് ഫൈനൽ ലുക്ക്. ഇതിൻ്റെ എൻഡ് പോർഷനിൽ ഒരു ഗോൾഡൻ മാർക്കർ വെച്ചുകൊണ്ട് സൈഡൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഖുറാൻ ഹോൾഡർ അല്ലെങ്കിൽ ബുക്ക് ഹോൾഡറിൻ്റെ ഒരു രൂപം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ഗുഡ് ബൈ.